ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇന്ന് വന്നൊരു ന്യൂസ് ആണ് കേട്ടോ. ചൂരമീൻ കറി വെച്ച് കഴിച്ച വീട്ടമ്മ ഛർദിച്ചു കുഴഞ്ഞു വീണു മരിച്ചു. ഭർത്താവും മകനും ചികിത്സയിൽ. മീനുകൾ കേടാകാതിരിക്കാൻ കൊടിയ രാസപദാർത്ഥങ്ങൾ ചേർക്കുന്നു എന്നത് തന്നെ ഒരു നഗ്ന സത്യമാണ്. കഴിയുന്നതും ഒഴിവാക്കുക. അപ്പൊ സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇപ്പൊ എന്താന്ന് ചൂരമീനാണ്. നമുക്കറിയാം ഈ വരുന്ന മീനുകളൊന്നും അത്ര ഫ്രഷ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഇത് ഒരുപാട് ദിവസങ്ങൾ പഴക്കമുള്ളതായിരിക്കും. ഇതിലൊക്കെ ഒരുപാട് കെമിക്കൽ അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളൊക്കെ ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരിതൊക്കെ അടിച്ചിട്ടായിരിക്കും വിടുന്നത്. നമ്മളിത് കാണുമ്പോഴത്തേക്ക് എന്താ, നമ്മളിത് ഫ്രഷ് മീനാണെന്ന് കരുതി ചൂരമീനല്ല ഇതുപോലുള്ള മീനൊക്കെ കാണുമ്പോൾ നമ്മൾ വലിയ കാര്യത്തിൽ മേടിച്ചു കൊണ്ടുവന്ന് കറി വെച്ച് കഴിച്ചു കഴിയുമ്പോഴായിരിക്കും നമുക്ക് എന്താ പറയാ ഈ ഇത്രയും എന്താ പറയാ നല്ല രീതിയിൽ കെമിക്കൽ ആയിട്ടുള്ള മരുന്നൊക്കെ ആയിരിക്കും ഇതിനടിക്കുന്നത്. കാരണം ഇത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾക്കും അതുപോലെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കത് വ്യക്തമായിട്ട് പറയാൻ കഴിയും. അപ്പൊ എന്തായാലും ഈ ഒരു കുടുംബത്തിലെ മൊത്തം ആൾക്കാർക്ക്, ആ ഒരു വീട്ടമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, ആ ഒരു വീട്ടമ്മ ഇത് കഴിച്ച് ഛർദിച്ചു കുഴഞ്ഞു വീണു മരിച്ചു. ഇവരുടെ മകനും ഭർത്താവും ഇപ്പം ചികിത്സയിലാണ്. എന്താണല്ലേ, ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മളും ഇതുപോലെ തന്നെ ചൂരമീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയ ചൂരയല്ല, ചെറിയ ചൂര. അത് ചെറുതായതുകൊണ്ട് തന്നെ 3-4 ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോ ഇത് ഫ്രഷ് ആയിട്ടൊക്കെ തോന്നിയെങ്കിലും ഇത് വെട്ടാൻ എടുത്തു വെച്ചപ്പോ നല്ല രീതിയിൽ അങ്ങ് എന്താ പറയാ ചീഞ്ഞ് ഉടഞ്ഞതായിരുന്നു. അങ്ങനെ ഞാൻ അത് സാരമില്ല കറി വെച്ച് കഴിയുമ്പോൾ ഓക്കെ ആവുമെന്ന് കരുതിയിട്ട് വെട്ടിയപ്പോഴത്തേക്കിനാണ് ഇത് വെട്ടി അങ്ങോട്ട് എടുത്തപ്പോഴത്തേക്കും മൊത്തം അളിഞ്ഞ് അലുത്തലുത്തലുത്ത് വരുന്നു. എന്റെ കൈ തന്നെ വല്ലാതെ ആയിപ്പോയി. അപ്പൊ ഞാൻ ഇതൊരു കഷ്ണം പൂച്ചക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പൊ പൂച്ച ഇത് തിന്നിട്ട് അങ്ങ് ഛർദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അത് പൂച്ചക്ക് പോലും കൊടുത്തില്ല. മീൻ അതുപോലെ തന്നെ 3-4 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വാരി ആ ചട്ടിയോടെ ഉൾപ്പെടെ കൊണ്ട്, ആ ചട്ടി ഉൾപ്പെടെ കൊണ്ട്, അതായത് ചട്ടി കളഞ്ഞില്ല, തോട്ടിക്കൊണ്ട് അത് കളഞ്ഞു. അപ്പൊ ആ ഒരു മീൻ വെട്ടിയ സമയത്ത് എന്തോ ഒരു പച്ച കളറിലെ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത ഭയം തോന്നി. കാരണം നമ്മുടെ വീട്ടില് ഈ മീൻ വെക്കുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും കുഞ്ഞു മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരൊക്കെ കഴിക്കുന്നതാണ്. അപ്പൊ ആ ഒരു മീൻ വെട്ടിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി ഇതിൽ എന്തോ ഒരു കെമിക്കല് ചേർത്തിട്ടുണ്ട്. അല്ലാതെ ചീത്തയാകാതിരിക്കാൻ. എന്നിട്ടും അത് ചീത്തയായി അളിഞ്ഞു, കയ്യിലെടുത്തിട്ട് ഉടഞ്ഞടഞ്ഞ് ആ മീൻ അലുത്തലുത്ത് പോവായിരുന്നു. ആദ്യം ഒരെണ്ണം വെട്ടിയപ്പോ ഞാൻ ഓർത്ത് ആ ഒരു മീൻ മാത്രമായിരിക്കും ഉടഞ്ഞത്. പക്ഷെ ബാക്കി മീനുകളെല്ലാം അതേ രീതിയിൽ തന്നെയായിരുന്നു. അപ്പൊ ഈ ഒരു മീൻ കച്ചവടം നടത്തിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള ഒരു ചേട്ടൻ ഇതുപോലെ മീനൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. അങ്ങനെ ആ ഒരു പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് മേടിച്ച മീൻ തന്നെയാണ്. അപ്പൊ ഞാൻ എന്നിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിന് അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ രാവിലെ തന്ന മീൻ മോശമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ ഇതേ മീൻ തന്നെ വിൽക്കാൻ കൊണ്ടുപോയിട്ട് അത് അധികം ചെലവായില്ല. എന്നിട്ട് ഒരു കലം നിറച്ച് മീന് ഇതുപോലെ തന്നെ ചീഞ്ഞളിഞ്ഞിട്ട് അവരത് എന്ത് ചെയ്തു എന്നറിയാം, അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം അത് കൊള്ളാത്ത മീനായിരുന്നു. പഴക്കമുള്ള മീന് മരുന്നും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടാണ് ഇവരിത് ഇപ്പൊ ഈ മീൻ എടുക്കാൻ പോകുന്നവർക്കും അറിയത്തില്ല ഇത് ഇങ്ങനെയൊക്കെയാണെന്നുള്ളത് അറിയത്തില്ല. അവര് പോകുമ്പോ മീന് കാണുന്നു, അവരെടുത്തോണ്ട് വരുന്നു. എന്നിട്ട് ആ ഒരു ചേട്ടനും അത്രയും മീൻ, കുറെ മീൻ മിച്ചം ഉണ്ടായിരുന്നു, അവര് വെട്ടി മൂടിയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞങ്ങളും ആ ഒരു മീൻ കറി വെച്ചില്ല, അതുപോലെ തന്നെ തോട്ടിക്കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഈ ചൂരമീൻ കൂട്ടിയിട്ട് ഈ ഒരു വീട്ടമ്മ മരിച്ചു എന്നുള്ള ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലേക്ക് ഓർമ്മ വന്നത് നമുക്കും ഉണ്ടായ ഒരു അനുഭവം. പക്ഷെ അതിനുശേഷം ഇതുവരെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ചൂരമീൻ മേടിച്ചിട്ടില്ല. കാരണം എനിക്കൊരു ഭയമായി പോയി. ഇപ്പം എല്ലാ മീനും അതുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷെ എന്തായാലും വിശ്വസിച്ച് നമുക്കിപ്പോൾ ഒരു മീനും വാങ്ങാൻ പറ്റത്തില്ല. മത്തി ഉൾപ്പെടെ, മത്തി ആയിക്കോട്ടെ അല്ലെ ഏത് മീനാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വരുന്നത് കുറെ ദിവസം പഴക്കമുള്ളതായിരിക്കും. ഇത് ചീത്തയാകാതിരിക്കാൻ വേണ്ടിയുള്ള കെമിക്കലും രാസപദാർത്ഥങ്ങളും അല്ലെ എല്ലാം അടിച്ചിട്ടായിരിക്കും ഇവര് വിൽക്കാനൊക്കെ വെക്കുന്നത്. കാണുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തോന്നുമെങ്കിലും ഇതൊക്കെ നല്ല രീതിയിൽ പഴക്കമുള്ളതായിരിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ മാത്രമല്ലല്ലോ കഴിക്കുന്നത്, നമ്മുടെ മക്കളും ബാക്കി വീട്ടിലുള്ള ആൾക്കാർ അതൊക്കെ എല്ലാവരും കഴിക്കും. കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഇതുപോലെയൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത്. അപ്പൊ ദയവ് ചെയ്ത് മീനൊക്കെ വാങ്ങുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വാങ്ങുക. പക്ഷെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഇത് പഴക്കമുള്ള മീനാണോ അല്ലെങ്കിൽ ഇത് ഫ്രഷ് ആണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കടപ്പുറമോ അല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വള്ളക്കാരോടോ അല്ലെ വലക്കാരോടോ ഒക്കെ നമുക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് മീൻ കിട്ടും. ഇപ്പൊ ഞങ്ങൾക്ക് ആണെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ആലപ്പുഴ കടപ്പുറത്ത് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ മാരാരിക്കുളം അവിടെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ രാവിലെയൊക്കെ ചെല്ലുവാണെങ്കിൽ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും. വലക്കാരോട് ചെല്ലുവാണ്. അതുപോലെ തന്നെ മാരാരിക്കുളം ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഈ പിടിച്ചുകൊണ്ട് വരുന്ന മീൻ അപ്പം തന്നെ വലക്കാരുടെ കയ്യിൽ നിന്നൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് മീനൊക്കെ കിട്ടും. അല്ലാതെ ഈ കൊണ്ടുവരുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മീൻ തട്ടേന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ പഴക്കമുള്ളതായിരിക്കാം. ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ വലിയ കാര്യത്തിൽ പോയി മേടിച്ചു കൊണ്ടുവന്ന് വെച്ച്
വെട്ടി കഴുകി കറി വെച്ച് കഴിഞ്ഞ് തിന്ന് കഴിയുമ്പോഴായിരിക്കും, ഒരു പക്ഷെ ഇത് കഴിച്ച ഉടനെ ഇതിന്റെ എഫക്റ്റ് ഉണ്ടാവണമെന്നില്ല, കുറേ നമ്മൾ കഴിച്ചു കഴിയുമ്പോഴായിരിക്കും ഇത് നമുക്ക് പിന്നീട് ഓരോ അസുഖങ്ങളൊക്കെ ആയിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ ദേവി ഏത് ഇപ്പൊ കണ്ടില്ല, ഒരു കൺമുന്നിൽ തന്നെ ഒരു അനുഭവം ഉണ്ട്. ചൂരമീൻ മേടിച്ച് കറി വെച്ച് ഛർദിച്ച് ഭാര്യ മരിച്ചു, മകനും ഭർത്താവും ഹോസ്പിറ്റലിൽ. എന്താണല്ലേ, മീന് പോലും നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റാത്ത, മീനെന്നല്ല എല്ലാ ആഹാര പദാർത്ഥങ്ങളും ആയിക്കോട്ടെ, എല്ലാത്തിലും. ഇപ്പൊ പച്ചക്കറി ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ കഴിയത്തില്ല. പച്ചക്കറിയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, എല്ലാത്തിലും കൃത്രിമമുണ്ട്. ഒന്നും കൃത്രിമം ഇല്ലാത്ത ഒരു ആഹാരം പോലും ഇല്ല അല്ലെ. എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ആഹാരങ്ങൾ മേടിക്കും? ഇതിപ്പോ പച്ചക്കറി ആയിക്കോട്ടെ, മീനായിക്കോട്ടെ, ഇറച്ചി ആയിക്കോട്ടെ, എല്ലാത്തിലും. ഈ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഒരാള് ഇറച്ചി ചിക്കൻ മേടിച്ചിട്ട്, അത് മറ്റേ ഓർഡർ ചെയ്ത് മേടിച്ചതാണ്, അങ്ങനെ മേടിച്ചിട്ട് ആ ചിക്കനിൽ പുഴു ഉണ്ടായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഞെട്ടല. നമ്മൾ എങ്ങനെ വിശ്വസിച്ച് പുറത്തുനിന്നാണേലും ആഹാരം മേടിച്ച് കഴിക്കും? അപ്പൊ ദയവ് ചെയ്ത് മീൻ വാങ്ങുന്നവരായിക്കോട്ടെ, അല്ലെ പുറത്തുനിന്നുള്ള ഇതുപോലുള്ള ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കഴിക്കുന്നവർ പ്രത്യേകം നോക്കിയും കണ്ടും സൂക്ഷിച്ചൊക്കെ കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടും ഫ്രഷ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങൾ നമ്മുടെ വീടുകളിലും ഉണ്ടാകും.